സ്വയംവരം സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ ശാരിക യോഗേഷ് റാണിയോട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. തനിക്ക് അയാളോട് ഒരിക്കൽ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതെന്നും തൻ്റെ ശത്രു തന്നെയായിരിക്കും. ഒരിക്കലും അവരോടുള്ള ദേഷ്യം ഇങ്ങനെ പോവുകയില്ല. അതായത് ചാരം മൂടി കിടക്കും, പക്ഷേ ഒരിക്കലും അതിനുള്ളിലുള്ള കനൽ കെട്ടുപോവുകയില്ല. അത് എപ്പോഴും അങ്ങനെ സ്റ്റിൽ കത്തി തന്നെ ഇരിക്കും. അവരോടുള്ള ദേഷ്യം പെർമനൻ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ യോഗേഷ് റാണിയോട് പറയുകയാണ്, അതായത് പുറമേ ചിരിച്ച് കാണിച്ചിട്ട് അണപ്പല്ല് ഞെരിച്ച് അമർത്തി കടിച്ചു നിൽക്കുന്ന ദേഷ്യമൊക്കെ കണ്ടാൽ എനിക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഞാൻ നരകം എന്താണെന്ന് കാണിച്ചു തരും എന്നൊക്കെ പറയുകയാണ്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ, എങ്കിൽ പോയിക്കോളൂ എന്നും പറഞ്ഞിട്ട് എന്നിട്ട് യോഗേഷ് റാണിയെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. ശാരിക DYSP വിളിക്കുകയാണ്. എന്നിട്ട് തുളസിയുടെ കാര്യത്തിൽ ഇനി അധികം വൈകിക്കൊണ്ട് പോകണ്ട, അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യണം. അതിനുവേണ്ട കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കണം. ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് എല്ലാവരും കൂടി കാണണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് എന്താണെന്നൊക്കെ ചോദിച്ചറിയുന്നു. ഒപ്പം തനിക്ക് എഴുതി തരാമെന്ന് പറഞ്ഞ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ അതിന് ഒട്ടും താമസമൊന്നുമില്ല, തുളസിയുടെ കാര്യം ഫിനിഷ് ചെയ്ത് ഇന്നാണ് ഫിനിഷ് ചെയ്യുമെങ്കിൽ നാളെ തന്നെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഒട്ടും വൈകിക്കണം, നമുക്ക് നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് അവർ നേരിട്ട് കാണാൻ തീരുമാനിക്കുന്നു. വിളിച്ചതിന് ശേഷം കാണിക്കുന്ന ശാരിക അത്രയും പെട്ടെന്ന് തന്നെ വേഗം വേഷം മാറിയിട്ട് അർജൻറ്റായിട്ട് പുറത്തേക്ക് കാറെടുത്ത് പോകുന്നതാണ്. നമ്മുടെ രാജുവിനാണ് സമീപത്ത് നിൽക്കുന്നുണ്ട്, ചുറ്റോട്ടിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജഗന്നാഥനാണെങ്കിലും ശാരിക അർജൻറ്റായിട്ട് പോകുന്നത് കാണുന്നുണ്ട്. ഒപ്പം യോഗേഷ് റാണിയും എല്ലാം കാണുന്നുണ്ടെങ്കിലും ആരോടും ഒന്നും പറയാതെയാണ് ശാരിക പോകുന്നത്. ഉടനെ തന്നെ ജഗന്നാഥൻ വന്നിട്ട് യോഗേഷ് റാണിയെ തിരക്കുകയാണ്. അവൾ എങ്ങോട്ടാണ് പോയത് ശാരിക എന്ന് ചോദിക്കുമ്പോൾ ശാരികയുടെ കാര്യമാണോ, അത് ആർക്കറിയാം, എങ്ങോട്ടാണ് പോകുന്നതും വരുന്നതെന്നൊക്കെ ആർക്കറിയാം. അവൾ എന്തൊരു അഹങ്കാരിയാണ്, ഇത്ര അഹങ്കാരം, അവൾ ആരാണെന്നാണ് വിചാരം, അവൾ എന്താ രാജ്ഞിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇവൾക്ക് പോലും ഇത്രയും അഹങ്കാരം ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ജഗന്നാഥൻ പറയുകയാണ്, ആൻറ്റി ക്ഷമിച്ച്, നമുക്കൊരു ദിവസം വരും അവളുടെ എല്ലാ അഹങ്കാരവും തീർത്തു കൊടുക്കാനായിട്ട്, അതുവരെ നമ്മൾ ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതുവരെ അവളുടെ ഈ അഹങ്കാരം നീ ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം നമ്മൾ ക്ഷമിക്കുക തന്നെ ചെയ്തേ നമുക്ക് നിർവാഹമുള്ളൂ. നമുക്ക് രണ്ട് ഉദ്ദേശമുണ്ട്. അവളുടെ സ്വത്തെല്ലാം നമുക്ക് നമ്മുടെ വൈദ്യുതിയിലാക്കണം, അതുപോലെ തന്നെ അവളെ നമ്മുടെ അടിമയുമാക്കണം. അവൾ ഈ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം നമുക്ക് അവളോട് പ്രതികാരം ചെയ്യുകയും വേണം. അതിനുവേണ്ടി നമ്മൾ ക്ഷമിച്ച് തന്നെ നിൽക്കണം എന്നൊക്കെ യോഗേഷ് റാണിയോട് ഉപദേശിച്ചു കൊടുക്കുകയാണ് ജഗന്നാഥൻ. ജഗന്നാഥൻ ഇതെല്ലാം ക്ഷമിച്ച് നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നും ജഗന്നാഥൻ എങ്ങനെയുള്ള ഒരാളാണെന്നും എന്താണ് എൻ്റെ ഒരു പവറിനൊന്നും ആർക്കും അറിയില്ല. ഈ പറയുന്ന രാജീവനെ ആണെങ്കിൽ ഞാൻ സഹിക്കുന്നതും ക്ഷമിക്കുന്നത് കൂടെ നിർത്തുന്നതും അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. അതുകൊണ്ട് ശാരികയും രാജീവനെയും നമുക്ക് പിണക്കാൻ പറ്റില്ല, രണ്ടുപേരെ കൂടെ നിർത്തണം. ശാരികയെ ആൻറ്റിയും രാജീവിനെ ഞാനും കൂടെ നിർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവിൻ്റെ അടുത്തേക്ക് ജഗന്നാഥൻ ചെല്ലുകയാണ്. രാജീവിനോട് ചോദിക്കുകയാണ്, അവളുടെ ആ പോക്കിന്, അതായത് ശാരികയുടെ ഈ പോക്കിന് എന്താ പന്തികേട് തോന്നുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിലും ഈ വീട്ടിലെല്ലാം പന്തികേട് തന്നെയല്ല എന്നൊക്കെ തിരിച്ചും രാജീവിനും ചോദിക്കുകയാണ്. അങ്ങനെയല്ല, ഇത് കുറച്ചധികം ഗൗരവമുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഇതൊരു വലിയ അപകടം തന്നെ വരുത്തി വെക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും ആ അപകടം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന രാജീവിനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എങ്ങനെ ബാധിക്കും, എന്താ നീ ഉദ്ദേശിക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ പറയുകയാണ്, മിക്കവാറും രാജീവിനെ ഇവിടെ നിർത്തിയിട്ട് അവൾ അങ്ങ് രാജീവത്തിൽ എന്തോ ഒപ്പിക്കാനുള്ള പണിയാണ്. രാജ്യത്തിൽ ആർക്കെങ്കിലും അപകടം പറ്റിയാൽ രാജീവിന് പറ്റുന്നത് പോലെ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതെന്താണെന്ന് കണ്ടുപിടിച്ച് അവളുടെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയുകയാണ്. ശേഷം കാണിക്കുന്നത് നമ്മുടെ രാജീവൻ വീട്ടിൽ അങ്ങനെ ചുറ്റിക്ക് ചാടിക്കിടന്ന് അങ്ങനെ മയങ്ങുകയാണ്. പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു. അപ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ രാജീവൻ തന്നെയാണ്. രാജീവിന് ശബ്ദം കേൾക്കുമ്പോൾ രാജിക്ക് ഒരുപാട് ആശ്വാസമാവുകയാണ്. രാജി, നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആകെ കരഞ്ഞ് പിഴിഞ്ഞിരിക്കുകയായിരിക്കും, ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെ എനിക്കറിയാം, നീ ഒന്ന് എന്നെ മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇല്ല രാജീവട്ടെ, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ തിരിച്ചും പറയുകയാണ്. അപ്പോൾ എനിക്കറിയില്ല നിൻ്റെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയാം മോളെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കി, എല്ലാത്തിനും നമുക്ക് ശാരികയെ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി എത്ര ദുരന്തങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ഞാൻ തയ്യാറാണ്. രാജീവിന് എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, വൈകുന്നേരം പറ്റിയാലൊന്ന് കുട്ടികൾ വന്നു കഴിയുമ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ ചെയ്തോളാം, എന്നോട് പ്രത്യേകം പറയേണ്ട, അത് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുകയാണ് രാജീവൻ. ശാരിക ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്, എന്തോ അപകടം വരുത്തി വെക്കാനാണെന്ന് തോന്നുന്നു. നീ തുളസിയുടെ മേൽ നല്ല കണ്ണ് വേണം, ശ്രദ്ധ വേണം. ജയേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് വേഗം വരാൻ പറയണം, എന്നിട്ട് നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം തുളസിയുടെ മേലിൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് രാജീവ്. ശേഷം കാണിക്കുന്നത് ജയേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതാണ്. പെട്ടെന്ന് ഒരു അപകടം വരാൻ ഒരു വണ്ടി വന്ന് നേരെ ഇടിക്കാൻ വരുന്നു. പെട്ടെന്ന് തന്നെ വെട്ടിത്തിരിച്ച് നമ്മുടെ ജയേട്ടൻ രക്ഷപ്പെടുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ രാഗി വിളിക്കുന്നുമുണ്ട്. രാഗി എത്രയും പെട്ടെന്ന് തന്നെ ചേട്ടൻ വരണമെന്നൊക്കെ പറയുമ്പോൾ
ആരതിയാണ് ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ ആരതിയോട് പറയുന്നത്, ഞാൻ ഗീതയുടെ വീട് വരെ ഒന്ന് പോവുകയാണ്, ഗീതയുടെ നാത്തൂൻ്റെ കുട്ടി ഒന്ന് ഊഞ്ഞാലിൽ നിന്ന് വീണു, അപ്പോൾ പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരാമെന്നൊക്കെ പറയുന്നു. ലേറ്റ് ആകുമെന്ന് പറയുമ്പോൾ രാഗി വേഗം വിളിച്ച് സംസാരിക്കുകയാണ്. ചേട്ടൻ ഒട്ടും ലേറ്റ് ആകാൻ പാടില്ല, അത് നാളെ പോകാം. രാജുവേട്ടൻ വിളിച്ചിരുന്നു. അപ്പോൾ ശാരിക പുറത്ത് പോയ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ വരണം എന്നൊക്കെ പറയുന്നു. പിന്നെ പുറത്തധികം കറങ്ങി നടക്കേണ്ട, രാത്രിയിൽ അപകടങ്ങൾ വിളിച്ചു വരുത്താൻ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്നൊക്കെ ഓർപ്പിക്കുകയാണ്. ഒരു തൂത്ത് മിനുക്കിക്കൊണ്ടിരിക്കുന്ന രാഖിയുടെ ഇത് എവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ ഒരു അങ്കിള് എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് ആർമിയിലുള്ളതെന്നൊക്കെ പറയുമ്പോൾ, ഇത് നമുക്ക് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ, അത് ആവശ്യം വന്നാൽ എൻ്റെ ചിന്നുവിന് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ നമ്മൾ ചെയ്യില്ല, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അതേസമയം തന്നെ ശാരികയും DYSPയും വിഷ്ണു എല്ലാം കൂടി തുളസിയെ കൊല്ലാനുള്ള കാര്യം പ്ലാൻ ചെയ്യുകയാണ്. രാത്രി 9-ഉം 10-നും ഇടയിൽ തന്നെ രാജകുമാരിയിൽ കയറണം. അത് ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തിട്ട് KSEBക്കാരെ പോലെ വേഷം കെട്ട് ചെയ്തിട്ട് തുളസിയെ കൊല്ലണം. എന്നിട്ട് അത് രാജയുടെ തലയിലാക്കണം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്ത് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.